ഹായ് എവ്രിബോഡ്. അപ്പം നമുക്ക് ഇന്ന് കേക്ക് ഉണ്ടാക്കാം. കേക്ക് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ട് കുറേ ദിവസങ്ങളായി. അപ്പം ഇന്നാണ് ഇതിനൊരു സമയം കിട്ടിയത്. അപ്പം നമ്മുടെ കേക്കിൻ്റെ ടീച്ചർ ആരാണെന്ന് നിങ്ങൾക്കറിയാലോ, നമ്മുടെ മിസ്സസ് മലബാർ. അപ്പം അവരെ ചോക്കോ ട്രഫിൾ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം അവരുണ്ടാക്കുന്നത് എഗ് ബീറ്ററും അതൊന്നും ഇല്ലാണ്ടാണ്. പക്ഷെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത് നമ്മുടെ ഓവനിലാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഓവനിൽ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താവും എങ്ങനെയാവും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഞാനിവിടെ അവരെ വീഡിയോസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഞാനൊരു യൂട്യൂബിലൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട് ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എനിക്കത് 100 പ്രാവശ്യം നോക്കണം. എന്നാലേ എനിക്ക് ആ ഒരു കറക്റ്റ് ഇത് കിട്ടുള്ളൂ. അപ്പം അവരുടെ വീഡിയോസ് ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്താക്കാം, ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാം. ഉണ്ടാക്കാനായിട്ട് പോണത് ആദ്യം 1 ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ബേക്കേഴ്സിന്റെ കോക്കോ പൗഡർ. 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ആദ്യം കൊക്കോ പൗഡർ ഇതൊക്കെ ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ബേക്കേഴ്സിൻ്റെ കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഡാർക്ക് ആണോ എന്നറിയില്ല. അപ്പം എന്തായാലും നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ ടേബിൾ സ്പൂണും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താ പറയുക, എന്നാൽ ഞാൻ കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് ശരിക്കും കാണുന്നില്ല ഇതിൻ്റെ മുകളിലൊക്കെ. ഇതൊക്കെയാണ് നമ്മുടെ ആയുധങ്ങൾ. അപ്പോൾ ഇവിടെ ലൈറ്റ്സ് കുറച്ച് ഡള്ളാണുണ്ട്, കുഴപ്പമില്ല, ഇത്ര മതി. അപ്പം നമുക്ക് 1 ടേബിൾ സ്പൂൺ അല്ലേ പറഞ്ഞേ, തരാൻ പറഞ്ഞാൽ ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ചിലപ്പം ഈ ഒരു വീഡിയോ ഭയങ്കര ലോങ് ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് അടിച്ചോളൂ കേട്ടോ. ഡാർക്ക് കൊക്കോ പൗഡർ ആണ് കേട്ടോ. അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ മാത്രം ചേർത്തിട്ടുള്ളത്. ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ. അപ്പം നമുക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുക്കാൻ. ഇത് അരക്കപ്പിൻ്റെ മെഷറിംഗ് കപ്പ് മാത്രം എൻ്റെ കയ്യിലില്ല, ബാക്കിയെല്ലാം ഉണ്ട്. നമുക്ക് 1/4 കപ്പിൻ്റെ കയ്യിൽ ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് എന്താക്കാം, സെറ്റാക്കി കൊടുക്കാം. ഇത് കാണില്ലല്ലേ, നിങ്ങൾ എന്നെ മാത്രമല്ല കാണും. ക്യാക്കുറു പൈസ എന്താക്കാം, വീഡിയോ കുറച്ച് ആക്കണത് എൻ്റെ മുണ്ടായ മാത്രം കണ്ടാൽ എനിക്ക് ബോറടിക്കൂലേ. എന്നോട് സംസാരിക്കുന്ന സമയത്ത് വേറെ ആരും ഉണ്ടാകാൻ ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര മടിയാവും. നമുക്ക് ആദ്യം ആ ചാനലൊന്നും അടച്ചിട്ട് ഡോറൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താക്കാം, ഇനി മൈദ ഇട്ട് കൊടുക്കണം. കപ്പ് ഇവിടെ റെഡി ഇട്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. കുറച്ചും കൂടെ ഇട്ട് അരിപ്പ റെഡി ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കാം. ഒന്നുകൂടെ അരിച്ചു കൊടുക്കാം. അരിക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും, കാണാൻ വേണ്ടി. പണ്ട് ഞാൻ കേക്ക് ഉണ്ടാക്കിയ കഥ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം കേക്ക് ഉണ്ടാക്കിയത് 8 മുട്ടക്കായിരുന്നു. അപ്പം മിസ്സസ് മലബാറിൻ്റെ വീഡിയോസ് എല്ലാമായിരുന്നു ഫസ്റ്റ് കണ്ടിട്ടുണ്ടായി. അപ്പം ഓരോ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ കേക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത്. കൊക്കോ പൗഡറിൻ്റെ മണം. അപ്പം നമ്മുടെ ഇത് റെഡിയായി. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. അതിപ്പോൾ ഇട്ട് കൊടുക്കണം, കുറച്ച് ഇട്ട് കൊടുക്കാം. അടുത്ത് എന്താണ് പറയണത് നമുക്ക് നോക്കാം. അപ്പം അടുത്ത പരിപാടി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കലാണ്. അപ്പം എഗ് ബീറ്റർ എടുക്കണം. അവർ മിക്സിയിലാണ് ചെയ്യണത്. ഞാൻ വിചാരിക്കുന്നത് മിക്സിയിൽ ചെയ്യണ്ട എന്നാണ്. അത്ര ഫിനിഷിങ് എനിക്ക് മിക്സിയിൽ ചെയ്താൽ കിട്ടൂല. അപ്പം നമുക്ക് എന്താക്കാം, എഗ് ബീറ്റർ എടുത്തിട്ട് ബീറ്ററിൽ തന്നെ ചെയ്യാം. ഓക്കെ, ആകെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം, വേറെ വല്ല സാധനങ്ങളും എക്സ്ട്രാ ആവശ്യമുണ്ടെങ്കിലേ പിന്നെന്താവും, ഈ കേക്ക് ഫ്ലോപ്പ് ആവും. അപ്പം ഈ ഒരു വീഡിയോ ഫസ്റ്റ് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം. ഫുള്ളായിട്ട് കാണാണ്ട കേക്ക് ആക്കാനില്ല. ഇങ്ങനെ മെല്ലെ മെല്ലെ കോഫി പൗഡർ ഉണ്ടായിട്ടാ. ഫൈനലി കോഫി പൗഡർ ഞാൻ തപ്പി എടുത്തിരിക്കുകയാണ്. ഞാൻ ബ്രൂവിൻ്റെ 2 രൂപേൻ്റെ ഈ ഒരു കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. അപ്പം മുട്ട, വാനില എസൻസ്, പാത്രം ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബീറ്റ് ചെയ്യാം.
നമ്മളെല്ലാ സാധനങ്ങളും കൊണ്ടുവച്ചിട്ടുണ്ട്. 2 മുട്ടയാണ്. ശരിക്കും നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണ് ഉള്ളത്. എല്ലാം കൂട്ടി ഇന്നത്തെ ഒരു ദിവസം എന്താ പറയുക, തട്ടിക്കൂട്ട് കേക്കാണ്, തട്ടിക്കൂട്ട് കേക്ക്. ഇതൊക്കെ എടുക്കുന്നുള്ള സെറ്റപ്പ് പാത്രങ്ങളൊന്നും നമ്മളെ കയ്യിലില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള പാത്രങ്ങൾ എടുത്തിട്ടുള്ളത്. അവനാണ്. അപ്പം നമുക്കിനി കുറച്ച് വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നമ്മുടെ ഷുഗർ പഞ്ചസാര ഒടിച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് ബാക്കി ഒന്ന് പഞ്ചസാര പൊടിച്ചതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി. ഇതുപോലെ ആക്കി കൊടുക്കാം. നമ്മുടെ മുട്ട ഇവിടെ ഫ്ലഷ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിലും കൊണ്ട് നമ്മുടെ ഈ കോഫി പൊടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യുമ്പോൾ മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് ഹിബത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കൊന്നും കൂടെ ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, ഏകദേശം മനസ്സിലായിരിക്കണം. നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവാണോ പറയണത് അറിയില്ല. പെട്ടെന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ അളവ് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ചേർക്കാൻ വേണ്ടിയിട്ട് ബട്ടർ ഓയിൽ വേണം. അപ്പോൾ ഓയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെത്തേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ടർ സെറ്റായിട്ട് വിചാരിക്കാം. ആക്ച്വലി ഇതൊരു തട്ടിക്കൂട്ടി കേക്കാണ്. നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബട്ടർ അവിടെ മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ. ഓവർ ഹാർഡായിട്ട് മിക്സ് ആക്കണ്ട. എൻ്റെ ഒരു കേക്കിൻ്റെ ഒരു പരിചയത്തിൽ പറയണ സെറ്റായിട്ടുണ്ട് ഗൈസ്. ആ സമയം നമ്മുടെ ക്രീമും ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഷുവർ ചെയ്യാം. പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണാം. ഇനി ഇതുപോലത്തെ വീഡിയോസിനായിട്ട് സ്മാർട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു. ഓവനിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, ഒരു ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാം. ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കണം. ഇപ്പോഴത്തെ പറയുന്ന പോലും അല്ല, നമ്മൾ വേറെ രീതിയിലാണ് പോകുന്നത്. നോക്കാം. ക്യാമറീൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്, വിപ്പിംഗ് ക്രീം. ഫ്രഷ് ക്രീമായിരുന്നു വേണ്ടിയിരുന്നത്. ആദ്യം വീഡിയോസ് നോക്കാണ്ട് പോയതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ പറ്റിയത്. നമുക്കതൊന്നും അറിയുന്നല്ലോ. ഓക്കെ, ഇങ്ങനെ വേണ്ട. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ ഈ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക്. ഒന്ന് മോനെ അതാണ്. ഇങ്ങനെ നമ്മളെ തട്ടിക്കൂട്ട് കേക്ക് പരിപാടിയാണ്. കുറേ ദിവസമായിട്ട് ഇങ്ങനെ കേക്ക് തന്നെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അതിനുള്ളൊരു സാഹചര്യ സന്ദർഭം ഒക്കെ ഒന്നുമില്ല. ഈ കേക്ക് എങ്ങനെയാവും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പം ഞാൻ പിന്നെ എന്തായാലും വീഡിയോസ്
എന്തായാലും കേക്ക് ഉണ്ടാക്കുകയാണ്, അപ്പോൾ വീഡിയോസ് എടുക്കാം. അപ്പം നിങ്ങളും കൂടി എടുത്ത് ഉൾപ്പെടുത്താം. ഒരു മെൻറ്റാലിറ്റിയിലാണ് ശ്രമിക്കുന്നത്. കേക്കൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട്. ചോക്ലേറ്റ് മെൽട്ടായി വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയ ദിവസം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒട്ടും കട്ടട്ടെന്നാണ് പറഞ്ഞിട്ടിരിക്കുന്നത്. എല്ലാം നമുക്ക് എന്താക്കാം, നല്ല പോലെ തന്നെ മെൽറ്റ് ചെയ്തെടുക്കും. അങ്ങനെ നമ്മളെ പോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇതൊരു 10 മിനിറ്റ് നമുക്ക് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. അപ്പം അതിൻ്റെ നമ്മുടെ കേക്ക് പൊങ്ങി വരുന്നുണ്ടോ എന്ന് നോക്കാം. ചില്ലി പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നിട്ട് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താക്കാം, ഇതിൻ്റെ വിപ്പിംഗ് ക്രീമൊക്കെ സെറ്റാക്കാം. അപ്പോഴത്തേക്ക് ഇതൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ, അത് നമുക്ക് എന്താക്കാം, എടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. പാത്രത്തോടെയാണ് വെച്ചിട്ടുള്ളത്. എങ്ങനെയൊക്കെ പറ്റും. നമ്മുടെ ഗനാഷിൻ്റെ തെക്ക് വയ്ക്കുക. ഇതും കൂടെ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ കേക്കിന്റെ കാണുമ്പോ തോന്നുന്നു. സൈഡിൽ തന്നെ ഉണ്ട്. ഉമ്മച്ചിന്റെ വോയിസ് അല്ല, ഞാൻ എന്റെ വോയിസ്. നമ്മുടെ കേക്ക് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടാൻ കുറച്ച് പണിയുണ്ടായിരുന്നു. കാരണം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടായിട്ട് ഞാൻ ബട്ടർ പേപ്പറൊക്കെ എടുത്ത് വെച്ചതായിരുന്നു, പിന്നെ വിട്ടുപോയി. അങ്ങനെ ഞാൻ ഒരു കത്തി വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് അങ്ങനെ ഇളക്കിയെടുക്കുകയാണ്. ഫൈനലി സാധനം കയ്യിലെത്തിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ്. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ വിപ്പിംഗ് ക്രീമൊക്കെ സെറ്റാക്കണം. ഞാനിത് വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ ഒരു ലുക്ക് മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. പകുതി മാത്രമേ വീഡിയോ ഉള്ളൂ കേട്ടോ. അപ്പം ഇത് അവർ ക്രം കോട്ടും കാര്യങ്ങളും ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഷുഗർ സിറപ്പ് ആക്കാണ്. ഞാൻ പാത്രം കഴുകാൻ മടിയായതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഉണ്ടാക്കിയ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത ആ ഒരു പാത്രത്തിൽ തന്നെയാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. എക്സൈറ്റ്മെൻറ്റിലാണ് നമുക്ക് ഈ ഷുഗർ സിറപ്പിനാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേക്ക് തിന്നാൻ. അതുകൊണ്ട് വേഗം തന്നെ ആക്കി തിന്ന് അങ്ങനെയായിരുന്നു ഉണ്ടായത്. അപ്പോൾ ആ ഷുഗർ സിറപ്പ് ഒന്ന് ആ ചൂട് കളയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പാത്രം നോക്കുമായിരുന്നു. അപ്പം പിന്നെ ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്യണം. അപ്പം എനിക്ക് പൊതുവേ ഞാൻ ആക്കുന്ന കേക്ക് 3 പീസായിട്ട് കട്ട് ചെയ്യാനാണ് ഭയങ്കര ഇഷ്ടം. കാരണം 3 ലെയറായിട്ട് കാണുന്നത് ഇഷ്ടമാണ്. അപ്പം ശരിക്കും ഇതൊരു 2 ലെയറിൻ്റെ കേക്കായിരുന്നു. പക്ഷേ ഞാനത് എന്താ പറയുക, 3 ലെയർ വേണമെന്നില്ല ഒരു മൈൻഡിൽ 3 ലെയറായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു കേക്കിൻ്റെ ആ ഒരു മോൾഡും കാര്യങ്ങളും ഒരുപാട് സാധനങ്ങൾ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടായിന് കേട്ടോ. ഓരോ സമയത്ത് എനിക്ക് ഓരോ ഭ്രാന്ത് വരുന്ന സമയത്ത് ഞാനിങ്ങനെ ഓരോന്ന് വാങ്ങിക്കൂട്ടും. അപ്പോൾ കേക്കിൻ്റെ സംഭവങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായതായിരുന്നു. ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് കേക്കൊന്നും ആക്കാത്തതുകൊണ്ട് തന്നെ എല്ലാം കാണാണ്ടായി, ചിലതൊക്കെ പൊട്ടിപ്പോയി. ആകെ അതിൻ്റെ ഒരു സ്പാച്ചുലർ മാത്രം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ കട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല, 2 കട്ട് ചെയ്താൽ മതിയായിരുന്നു. അപ്പം ഇനി ഈ ഒരു ട്രേ ഒക്കെ കണ്ടാൽ രാജിക്ക് എന്തായാലും എന്നെ ചീത്ത പറയും. കാരണം ആ ഒരു ട്രേയും കാര്യങ്ങളൊക്കെ എനിക്ക് വാങ്ങി തന്നതായിരുന്നു, പക്ഷെ എല്ലാം പൊട്ടിപ്പോയി. അങ്ങനെ ഇനിയിപ്പോൾ ഈ ഒരു കേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. സത്യം പറയാല നല്ല അടിപൊളി കേക്കായിരുന്നു. ലുക്ക് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട, കാരണം എൻ്റെ കയ്യിൽ ഇല്ലത് വെച്ച് ഞാൻ ഇങ്ങനെ ചെയ്തതാണല്ലോ. അപ്പോൾ അത്രയും ലുക്ക് ഉണ്ടാവും. പിന്നെ എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു, തിന്നാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, നല്ലൊരു ജ്യൂസി ടൈപ്പായിട്ടുള്ളൊരു കേക്കായിരുന്നു. എല്ലാ സംഭവങ്ങളും നോക്കുകയാണെങ്കിൽ അടിപൊളി കേക്കായിട്ടുണ്ട്. പക്ഷേ ആ ലുക്ക് അത്ര
പോരാ. അങ്ങനെ ഞാൻ എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കലാണ്. അപ്പം ഇനിയിപ്പോൾ എന്താ പറയുക, അതിൻ്റെ കുറച്ച് ഇതിൻ്റെ അകത്ത് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുത്ത്, അതുപോലെ തന്നെ ക്യാഷ്യൂ ഇട്ട് കൊടുത്ത്, നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുത്ത്, എന്നിട്ട് അതും ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ വിപ്പിംഗ് ക്രീം വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഇതെല്ലാവർക്കും വൈകുന്നേരം തന്നെ കട്ട് ചെയ്ത് കൊടുത്തിട്ടാ. സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ ഉണ്ടാക്കി വെക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ ലേറ്റായി. അപ്പോൾ ഞാൻ പിന്നെ ഓള് വന്നതിന് ശേഷം ഒരു 1/4 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സംഭവം എന്തായാലും സെറ്റായിട്ട് എല്ലാവരും കഴിച്ചതിന് ശേഷം ഒരു ചെറിയ 2 പീസ് മാത്രമേ ബാക്കി ഉണ്ടായിച്ചുള്ളൂ. ശരിക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുമ്പോഴേക്കും കൂടുതൽ ടേസ്റ്റ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടില്ല, ഒരു ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ സംഭവം വേഗം കട്ട് ചെയ്ത് എല്ലാവരും കൂടെ തിന്ന് വൈകുന്നേരം ചായക്കങ്ങ് കൂട്ടി. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. നിങ്ങളെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ഈ ഒരു പീസ് മാത്രമേ ബാക്കിയുള്ളൂ. അവിടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് പരിപാടി ക്ലീനിങ് ആണ്. അപ്പം ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.